ജയ ശ്രീറാം. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കിന്നത്തെ സത്സംഗം ആരംഭിക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം. രാമ 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 കൃഷ്ണ ഗോവിന്ദ മാധവ കേശവ പാണ്ഡുരംഗ വിഠല ശ്രീനിവാസ. രാമ കൃഷ്ണ ഗോവിന്ദ മാധവ കേശവ പാണ്ഡുരംഗ വിഠല ശ്രീനിവാസ. രാമ 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 രാമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഉമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദം സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനി. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരഗതാദാമധായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനി. ശ്രീവാഷവാനവീ ദേവി ദൈതായി കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനൈ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനുഗവിരുദ്ധ ദ്വന്ദ്വഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംഭൂതേ പാദാംബുജായിതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്ത്വം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുഹൃദോപങ്കോർമമ മന്ദമതിർഗതി മത്സർവസ്വ പാദാംബോജോ രാധാമദനമോഹന. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാധാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശീല ഗോവിന്ദ ദേവോ കൃഷ്ണാരവി സേവ്യമാനോ സ്മര. ശ്രീമന്ദാസരസാരംഭി വംശീ വരത്തരസ്ഥിത കർഷൻ വേണുസ്വനേർഗോപിർഗോപിനാഥ ശ്രീസ്തുന. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരി. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त. जय श्री कृष्ण चैतन्य प्रभु नित्यानंद
Sri Advaita Gadadhara Srivasadi Gaurabhakti. Hare Krishna, Krishna Krishna, Hare Hare. Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare. Hare Ram, Ram Ram, Hare. Hare Krishna, Krishna Krishna, Hare Hare. Hare Ram, Ram Ram. Mugam karoti vacharam pangum dangai degirim yat kripatamam vande Shri Gurum Dinatarinam Paramananda Madhavam Shri Chaitanya Mishnam Hari Om Tat Sat. Hare Krishna. നമുക്ക് ചർച്ച തുടരാം. ഇന്ന് രാവിലത്തെ സത്സംഗത്തിൽ നമ്മൾ പഠിച്ചതാണ് ഭരതസ്വാമി സൈന്യസന്നാഹത്തോടുകൂടി കൗശല്യാദേവിയും സുമിത്രാദേവിയും കയ്യേദേവിയായിട്ട് ചിത്രകൂട പർവ്വതത്തിൻ്റെ അടുത്ത് എത്തുകയാണ്. ഭഗവാന്റെ പർണശാലയുടെ അവിടെ എത്തി ഭഗവാനെ കാണുകയാണ്. പല രീതിയിലും പറഞ്ഞ് ഭഗവാനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഭഗവാൻ ഉറച്ചു നിൽക്കുകയാണ്. അവസാനം ഭഗവാന്റെ പാദകവും കൊണ്ട് ഭരതസ്വാമി തിരിച്ച് അയോധ്യയിലേക്ക് പോവുകയാണ്. അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിനുശേഷം എന്താണ് നടന്നതെന്ന് നമുക്ക് നോക്കാം. ഭരതൻ പോയതിനു ശേഷം ശ്രീരാമസ്വാമി ചിത്രകൂട പർവ്വതത്തിൽ തന്നെ താമസം തുടർന്നു. മാസങ്ങൾ കഴിഞ്ഞുപോയി. അവിടെ ഭഗവാൻ നോക്കിയപ്പോൾ ഋഷിമാരെല്ലാവരും വളരെയധികം ഭയചകിതരായിട്ടും ഒരുപാട് ഉത്കണ്ഠാകുലരായിട്ടും കണ്ടു. അവിടെയുള്ള മുതിർന്ന ഋഷിമാരുടെ അടുത്തേക്ക് എത്തി ഭഗവാൻ ചോദിച്ചു. വളരെ വിനയാന്വിതനായിട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ശ്രേഷ്ഠരായിട്ട് ഉള്ള ഋഷിമാരെ, നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഞാൻ എന്തോ ഒരു ഭയം കാണുന്നു. ഞാനോ എൻ്റെ സഹോദരൻ്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? നമ്മുടെ പൂർവികരിൽ നിന്ന് ഒരിക്കലും സംഭവിക്കാത്ത വിധം എന്തെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായോ? സീത ഒരു സ്ത്രീക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലല്ലാതെ എന്തെങ്കിലും പെരുമാറിയോ? അന്നേരം ഭഗവാൻ എന്താ കണ്ടതെന്ന് വെച്ചാൽ, പല പ്രാവശ്യവും ഈ ബ്രഹ്മഋഷികളെല്ലാവരും ഭഗവാനെ തന്നെ നോക്കി തമ്മി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഭഗവാൻ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഭഗവാന് മനസ്സിലായി അവരെന്തോ ഒരു ആശങ്കയിലാണ്. അങ്ങനെ കൈകൂപ്പി രാമൻ അവർ പറയുന്നത് അവരുടെ മറുപടിക്കായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ആ ഋഷിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ഋഷി പറയുകയാണ്, രാമ, നിന്റെ പെരുമാറ്റത്തിലോ നിന്റെ സഹോദരന്റെ പെരുമാറ്റത്തിലോ എപ്പോഴെങ്കിലും എന്തെങ്കിലും പാളിച്ചകൾ വരാൻ സാധ്യതയുണ്ടോ? പിന്നെ സീതയെ പോലെ ഇത്രയും പുണ്യവതിയായിട്ടുള്ള ആ നാരീരത്നത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വരാൻ സാധ്യതയുണ്ടോ? അങ്ങ് യഥാർത്ഥത്തിൽ ആരാണെന്ന് നമുക്കറിയാം. ആ ഋഷിമാരെല്ലാവരും അവരുടെ തപോബലം കൊണ്ട് അതീവ തേജസ്വികളായിട്ട് കാണപ്പെട്ടു. അവരെപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അവരുടെ തടിയുടെ ആ ഒരു ജപമാലയിൽ എപ്പോഴും അവരിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. രാമന് വേണ്ടിയുള്ള സേവനത്തിനായിട്ട് രാമനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് കണ്ടുകൊണ്ട് തന്നെ പറയാൻ, അതായത് ഇവർക്ക് എല്ലാവർക്കും അറിയാം ഭഗവാൻ ആരാണെന്ന്. അവരെപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ ഇത് സേവനത്തിന്റെ ഭാഗമായിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഭഗവാൻ സർവ്വതും അറിയാവുന്ന ആളാണ്. പക്ഷെ എന്നാലും നമ്മുടെ ഭാഗത്തു നിന്നൊരു സേവനം ചെയ്യാനാണ്, നമ്മളെ ഒരു നിമിത്തമായിട്ട് ഭഗവാൻ ഉപയോഗിക്കുകയാണ് എന്ന് ഋഷിമാർക്ക് അറിയാവുന്നു. അപ്പോൾ ഉടനെ ഋഷിമാരെല്ലാവരും പറഞ്ഞു, ഇവിടെ തന്നെ വളരെ ശക്തനായിട്ടുള്ള ഒരു രാക്ഷസനുണ്ട്, ഖരൻ. ഈ ഖരൻ എന്ന് പറയുന്നത് രാവണന്റെ സഹോദരനാണ്. വളരെ ക്രൂരനാണ്, ഒരുപാട് പാപിയാണ്. അങ്ങിവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഒരുപാട് അത്യാചാരം അവൻ നമുക്കെതിരെ ചെയ്യാറുണ്ട്. ആ രാക്ഷസനെ കുറിച്ച് കേട്ടപ്പോഴേ ഭഗവാന് ദേഷ്യം വരാൻ തുടങ്ങി. ബ്രഹ്മഋഷികൾക്കെതിരെ, ബ്രാഹ്മണ സജ്ജനങ്ങൾക്കെതിരെ എന്തെങ്കിലും അനീതി, അധർമ്മം, അന്യായം ഭഗവാൻ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഋഷിമാർ പറഞ്ഞു,
ഖരനും ഖരന്റെ കൂട്ടത്തിലുള്ള രാക്ഷസന്മാരും എപ്പോഴും യജ്ഞത്തിന് തടസ്സം സൃഷ്ടിക്കും. പല പല ഭയാനക രൂപത്തിൽ അവർ എപ്പോഴും മുന്നോട്ട് വരും. ചിലപ്പോൾ അവർ മാംസങ്ങൾ എടുത്തെറിയും, എല്ലും കഷ്ണങ്ങൾ എടുത്തെറിയും, മലമൂത്രാദികൾ എടുത്തെറിയും ആകാശത്ത് നിന്ന് യജ്ഞ ഹോമകുണ്ഡത്തിലേക്ക്. വളരെ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ അവർ പുറപ്പെടുപ്പിക്കാറുണ്ട്. അവർ ഏത് നിമിഷവും നമ്മളോട് ഹിംസ പ്രയോഗിക്കാറുണ്ട്, നമ്മളെ ഒരുപാട് ദ്രോഹിക്കാറുണ്ട്, പീഡിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ സ്ഥലം വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം യജ്ഞം ചെയ്യുക, പ്രത്യേകിച്ച് ഇത് ത്രേതായുഗമാണ്. സത്യയുഗത്തിൽ ധ്യാനമാണ് മോക്ഷത്തിനായിട്ടുള്ള മാർഗം. ത്രേതായുഗത്തിൽ യജ്ഞമാണ്. അന്നേരം ഋഷിമാരെല്ലാവരും വേറൊരു വനത്തിലേക്ക് പോവുകയാണ്. അവർ ആരുടെയും ഇങ്ങനെയുള്ള രാക്ഷസന്മാരുടെ ശല്യം ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് അവരുടെ ധർമ്മം പാലിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവർ ക്ഷത്രിയരല്ല, ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർ ഒരിക്കലും യുദ്ധം ചെയ്യാൻ പാടില്ല. അവർക്ക് രാക്ഷസന്മാരെ തടയാനുള്ള എല്ലാ സിദ്ധികളും ഉണ്ട്. പക്ഷേ ഒരിക്കലും അവരുടേതായിട്ടുള്ള തപോബലത്തെ അതിനുവേണ്ടി പാഴാക്കി കളയാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അവർ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഭഗവാൻ ശ്രീരാമൻ വന്നത് തന്നെ ഈ രാക്ഷസന്മാരുടെ അന്ത്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അതും കൂടെ ഒരു കാരണമാണ് ഋഷിമാര് രാമനോട് ഇത് പറയാൻ. പ്രത്യേകിച്ച് രാവണനെ വധിക്കാൻ തന്നെയാണ് രാമൻ വന്നിരിക്കുന്നത് എന്ന് ഋഷിമാർക്കറിയാം. അപ്പൊ ഇത് കേട്ടപ്പോൾ ഭഗവാൻ ഋഷിമാരെ സമാധാനിപ്പിച്ചു. പക്ഷെ അവരെല്ലാവരും പോകണമെന്ന് ഉറച്ച തീരുമാനത്തിലായിരുന്നു. പിന്നെ കുറെ വർഷങ്ങളായിട്ട് അവർ ചിത്രകൂടത്തിൽ തന്നെ താമസിക്കുകയാണ്. അവരെല്ലാം വിരക്തിയിലിരിക്കുന്ന ഋഷിമാരാണ്. അതുകൊണ്ട് ഭൗതിക സുഖഭോഗത്തിൽ മഗ്നരായി പോകരുതെന്ന് അവർക്ക് കുറച്ച് തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൊതുവെ അവർ ഒരു വനം വിട്ട് അടുത്ത വനത്തിലേക്ക് സഞ്ചരിക്കുന്നവരാണ്. ഒരു വർഷം 2 വർഷത്തിൽ കൂടുതൽ ഒരു വനത്തിൽ അവർ കഴിയാറില്ല. കുറച്ചും കൂടെ രാമനോട് സംസാരിച്ചതിന് ശേഷം ഖരൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവരെല്ലാവരും ഒരുമിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു. അവരുടെ കുടങ്ങളും ദണ്ഡും മാത്രം, അതായത് കമണ്ഡലവും മറ്റ് കുറേ കുടങ്ങളും, അവർക്ക് വെള്ളം ഒക്കെ ശേഖരിച്ചു വയ്ക്കാനും ഇതിനൊക്കെ, പിന്നെ അവരുടെ ദണ്ഡും എടുത്തുകൊണ്ട് അവർ യാത്രയാവുകയാണ്. രാമൻ അവരെ പിന്തുടർന്ന് കുറേ ദൂരം ബഹുമാന സൂചകമായിട്ട്. അതിനുശേഷം ഭഗവാൻ തിരിച്ച് പർണശാലയിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് രാക്ഷസന്മാരുമായിട്ട് എങ്ങനെയാണ് നേരിടേണ്ടത് എന്നൊക്കെ. പർണശാലയിൽ എത്തിയിട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു നമ്മൾ ചിത്രകൂടം വിടേണ്ട സമയമായി. ബ്രാഹ്മണരെല്ലാവരും ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കൂട്ടർക്കും അവർ വീണ്ടും ഇങ്ങോട്ട് എന്നെ കാണാൻ വേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ വിജനമായിട്ടുള്ള ഉൾക്കാട്ടിലേക്ക് പോകണമെന്ന് ഭഗവാൻ തീരുമാനിക്കാം. രാമൻ ദണ്ഡകാരണ്യത്തിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അന്നേരം ഭഗവാൻ തീരുമാനിക്കാനുള്ള മെയിൻ കാരണം അവിടെ രാക്ഷസന്മാരുണ്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കാം. അപ്പോൾ രാക്ഷസന്മാർ മുന്നിൽ വരുമ്പോൾ അവരെ കൊല്ലാനും പറ്റുമല്ലോ. ഉടൻ തന്നെ 2 സഹോദരന്മാരും അവരുടെ ആയുധങ്ങളൊക്കെ എടുത്തു. സീതാദേവി നടുക്ക് അവരുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുകയാണ്. ഉടൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കുറേ ദിവസങ്ങൾ യാത്ര ചെയ്തതിന് ശേഷം അവർ ദണ്ഡകാരണ്യത്തിലേക്ക് എത്തി. അവിടെ ഒരു കൂട്ടം ഋഷിമാരുടെ ആശ്രമത്തിൻ്റെ അവിടെ എത്തി. ഭഗവാനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അവരെല്ലാം ബഹുമാന സൂചകമായിട്ട് പല അർഘ്യപാദ്യങ്ങളും ഒക്കെ കൊടുത്തു. അവർക്ക് ദിവ്യദൃഷ്ടി ഉണ്ടായിരുന്നു. അവർക്ക് രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയും കണ്ടപ്പോൾ ഇവരാരാണെന്ന് മനസ്സിലായി. ഒരുപാട് സന്തോഷം തോന്നി. അവർക്ക് മനസ്സിലായി ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന്. അതും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധികാരിയായിട്ടുള്ള അതേ ഭഗവാനും അതേ ഭഗവാന്റെ ശക്തി സീതാദേവിയുമാണ് അവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായി. ഇവർ രണ്ടുപേരും വളരെ
ലളിതമായിട്ടുള്ള വസ്ത്രത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഋഷിമാർക്ക് ഒരുപാട് അത്ഭുതം തോന്നി. പല പല സ്തുതികൾ കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ അവർ പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരുടെ ആശ്രമത്തിൽ തന്നെ അന്നത്തെ രാത്രി തങ്ങാൻ അഭ്യർത്ഥിക്കുകയാണ്. ഋഷിമാർ പറഞ്ഞു, അങ്ങേക്ക് സ്വാഗതം രാമ. രാജാവ് എപ്പോഴും പ്രജകളുടെ നന്മയും ക്ഷേമവും അന്വേഷിക്കുന്ന ആളാണ്. പ്രജകൾക്ക് രാജാവ് തന്നെയാണ് ഒരാശ്രയം. രാജാവ് എപ്പോഴും ധർമ്മത്തെ പാലിച്ചുകൊണ്ട് ഭഗവാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എല്ലാ ധർമ്മങ്ങളും ചെയ്യും പ്രജകൾക്ക് വേണ്ടി. നമ്മളെല്ലാവരും അവിടുത്തെ പ്രജകളാണ്, അവിടുത്തെ ദാസന്മാരാണ്. നമ്മൾ ബ്രാഹ്മണരാണ്. നമ്മൾ ക്രോധവും ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് നമ്മളെ സംരക്ഷിക്കണം. എങ്ങനെയാണോ ഒരു അമ്മ ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ സംരക്ഷിക്കുന്ന അതേപോലെ. വനത്തിൽ നിന്നുള്ള ഫലമൂലാദികളൊക്കെ ഭഗവാന് നിവേദ്യമായിട്ട് സമർപ്പിച്ചു. എന്നിട്ട് ഋഷിമാർ എല്ലാവരും വീണ്ടും രാക്ഷസന്മാരുടെ ആ ഒരു ക്രൂര പ്രവർത്തികളെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. ഋഷിമാർ പറഞ്ഞു, അവരുടെ അത്യാചാരം ഒരുപാട് വർദ്ധിക്കുകയാണ്. ഒരുപാട് ഹിംസ അവർ ചെയ്യുന്നു ഋഷിമാർക്കെതിരെ. പ്രത്യേകിച്ച് രാവണന്റെ നേതൃത്വത്തിൽ അവർ ഒരുപാട് നിർഭയരായി മാറിയിരിക്കുകയാണ്. അവർക്ക് ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നതിൽ ഒരു പേടിയുമില്ല. എന്നിട്ട് പറഞ്ഞു, ഈ ദണ്ഡകാരണ്യ വനത്തിൽ 14,000 രാക്ഷസന്മാരാണ് താമസിക്കുന്നത്. അവരുടെ നേതൃത്വം വഹിക്കുന്നത് രാവണന്റെ 2 സഹോദരന്മാരാണ്, ഖരനും ദൂഷണനും. അതുകൊണ്ട് ഋഷിമാർക്ക് ഇവിടെ താമസിക്കുക എന്നത് അസാധ്യമായ കാര്യമായി മാറിയിരിക്കുകയാണ്. രാമൻ ലക്ഷ്മണന്മാർ വളരെ ശ്രദ്ധയോടുകൂടി അത് കേട്ടു. അവർ ഉറപ്പിച്ചു, എത്രയും പെട്ടെന്ന് ഈ രാക്ഷസന്മാർക്കെതിരെ ഒരു നടപടി എടുക്കണം. ഇങ്ങനെ ഋഷിമാരോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സീതാദേവി അനസൂയാദേവിയെ കണ്ടു, അത്രി ഋഷിയുടെ ഭാര്യ. അനസൂയാദേവി സീതാദേവിക്ക് ദിവ്യമായിട്ടുള്ള വസ്ത്രം കൊടുത്തു, മാല കൊടുത്തു, ആഭരണങ്ങൾ കൊടുത്തു. പിന്നെ ദേവലോകത്തു നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൊടുത്തു. അതെല്ലാം സന്തോഷത്തോടു കൂടി ദേവി സ്വീകരിച്ചു. എന്നിട്ട് രാമന്റെ അനുമതിയോടുകൂടി അതെല്ലാം അണിഞ്ഞു. ഈ ആഭരണങ്ങളെല്ലാം ധരിച്ചിട്ട് ദേവി ഒരുപാട്, ദേവിയുടെ തേജസ് ഇനിയും വർദ്ധിച്ചു. സാക്ഷാൽ വിഷ്ണുവിന്റെ പത്നിയായ ലക്ഷ്മി ദേവിയെ പോലെ കാണപ്പെട്ടു സീതാദേവി. അന്നത്തെ രാത്രി ഋഷിമാരോടൊത്ത് ആശ്രമത്തിൽ തങ്ങിയതിനു ശേഷം ഭഗവാൻ ശ്രീരാമനും ലക്ഷ്മണസ്വാമിയും സീതാദേവിയും അവർ കൂടുതൽ ഉൾക്കാട്ടിലേക്ക് പോവുകയാണ്. ദണ്ഡകാരണ്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ലക്ഷ്മണൻ ഏറ്റവും മുന്നിലും ഒരു വാളും പിടിച്ചുകൊണ്ട്, എന്നിട്ട് വളരെ കട്ടിയായിട്ട് നിൽക്കുന്ന ചെടികളെയും വള്ളികളെയും മുൾച്ചെടികളെയും എല്ലാം ഇങ്ങനെ അറുത്തറുത്ത് മുന്നോട്ട് പോവുകയാണ്. സീതാദേവി ഒരു വസ്ത്രം കൊണ്ട് തല മറച്ചു വെച്ചിരിക്കുകയാണ്. കാരണം പലതരത്തിലുള്ള വണ്ടുകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന. അവരിൽ നിന്നും രക്ഷ നേടാനായിട്ട് സീതാദേവി ഒരു തുണി വെച്ച് മുഖം മറച്ചിരിക്കുകയാണ്. ശ്രീരാമസ്വാമി ഏറ്റവും പുറകിൽ രാമന്റെ വില്ലും പിടിച്ചുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ചെന്നായ്ക്കളുടെ കരച്ചിലും കഴുകന്മാരുടെയൊക്കെ കരച്ചിലും പലതരത്തിലുള്ള ഹിംസ പക്ഷികളുടെയും ശബ്ദങ്ങൾ കേൾക്കുന്നു. അവിടെ ഇവിടെയായിട്ട് പല പല മരങ്ങൾ ചിന്നിച്ചെതറി കിടക്കുന്നതായിട്ടും പല പല മൃഗങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ അവിടെ കിടക്കുന്നതായിട്ടും കണ്ടു. അപ്പോഴേ മനസ്സിലായി ഇതൊക്കെ രാക്ഷസന്മാരുടെ പ്രവൃത്തിയാണ്. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവർ വളരെ ഭയം തോന്നുന്ന ഒരു വലിയ രാക്ഷസനെ കണ്ടു. വളരെ ശക്തനായിരുന്നു. എത്രയോ ആണുങ്ങളുടെ പൊക്കം ഉണ്ടായിരുന്നു ആ രാക്ഷസന്. ഇവരുടെ വഴി തടഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ചെവിയെല്ലാം നല്ല കൂർപ്പിച്ച് വളരെ ഭയപ്പെടുത്തുന്ന ഒരു പല്ലും, അവൻ്റെ കണ്ണൊക്കെ നല്ല ചുമന്നു ഇരിക്കുകയായിരുന്നു. അവൻ്റെ മുഖം വളരെ വിരൂപമായിരുന്നു. ആ അസുരനെ കാണാൻ തന്നെ ഭയം തോന്നുമായിരുന്നു. അവൻ്റെ കയ്യിൽ വലിയൊരു കുന്തം ഉണ്ടായിരുന്നു. ആ കുന്തത്തിൽ 4 സിംഹങ്ങളും 3 പുലികളും 2 ചെന്നായ്ക്കളും
10 മാൻപേടകളും ആ കുന്തത്തിനകത്ത് ഇങ്ങനെ കുത്തിവെച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു. ഇത്രയും മൃഗങ്ങൾ ഒന്ന് ആലോചിച്ച് പോകുന്നൂടെ. അതിലിങ്ങനെ കുത്തിവെച്ചിരിക്കുക. 4 സിംഹങ്ങൾ, 3 പുലികൾ, 2 ചെന്നായ്ക്കൾ, 10 മാൻപേടകൾ. ഇതിനെ എല്ലാ കുന്തത്തിൽ ഇങ്ങനെ കുത്തിവെച്ചിരിക്കുക, ഒറ്റ കുന്തത്തിൽ. എന്നിട്ട് അവൻ ധരിച്ചിരിക്കുന്ന വേഷം പുലിത്തോല് കൊണ്ട് നിർമ്മിച്ചൊരു വസ്ത്രമാണ്. പക്ഷെ അതിൽ നിന്നാണെങ്കിൽ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതായത് ജീവനുള്ള ഏതോ പുലിയുടെ തോല്, അതായത് കൊന്നതിന് ശേഷം ഉടൻ തന്നെ തോല് അങ്ങനെ തന്നെ വലിച്ചൂരി അതിനിപ്പോൾ രക്തം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുകയാണ്, രക്തവും മാംസവും ഒക്കെ. എന്നിട്ട് അവനെ കണ്ടു കഴിഞ്ഞാൽ സാക്ഷാൽ യമരാജൻ മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ രാമനെയും മറ്റ് ലക്ഷ്മണനെയും സീതാദേവിയും കണ്ടപ്പോൾ അവൻ ഉറക്കെ അലറി. എത്രയോ കിലോമീറ്റർ ദൂരം അവൻ്റെ ശബ്ദം കേൾക്കുന്നു, അത്രയ്ക്ക് ഉറക്കെ അവൻ അലറി എന്നുള്ളതാണ്. എന്നിട്ട് ചാടി മുന്നോട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ സീതാദേവിയെ തട്ടിപ്പറിച്ചെടുക്കുകയാണ്. സീതാദേവിയും കൊണ്ട് കുറേ ദൂരം സഞ്ചരിച്ചു. രാക്ഷസൻ രാമനോട് പറഞ്ഞു, ഇടിവെട്ടുന്ന ശബ്ദത്തിൽ മേഘം ഗർജിക്കുന്ന പോലെ രാമനോടും ലക്ഷ്മണനോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ആരാണ്? നിങ്ങൾ ഏതോ തപസ്യാണെന്ന് തോന്നുന്നു, പക്ഷെ ആയുധങ്ങൾ നിങ്ങൾ കയ്യിൽ ധരിച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾ ബ്രാഹ്മണരെ പോലെ വേഷധാരിയാണെങ്കിലും ക്ഷത്രിയന്മാരെ പോലെയാണല്ലോ നിങ്ങൾ ആയുധം കയ്യിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സ്ത്രീയെ എന്തിനാണ് നിങ്ങൾ ഉൾവനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങളെല്ലാം പാപികളാണ്. അതുകൊണ്ട് എന്തായാലും എൻ്റെ കൈ കൊണ്ട് മരിക്കേണ്ടവരാണ്. ഈ ഒരു സ്ത്രീ എൻ്റെ ഭാര്യയാകും. നിങ്ങളുടെ രണ്ടുപേരുടെ രക്തം ഞാൻ ഇന്ന് കുടിക്കാൻ പോവാണ്. ഈ അസുരൻ്റെ കയ്യിലിരുന്ന സീതാദേവി വിറയ്ക്കാൻ തുടങ്ങി. കാറ്റത്തൊരു ചെറിയ ചെടി ഇങ്ങനെ വിറയ്ക്കുന്ന പോലെ. രാക്ഷസൻ സീതാദേവിയെ കൊണ്ടുപോകുന്ന കണ്ടിട്ട് രാമൻ ലക്ഷ്മണനോട് പറയുക, ലക്ഷ്മണ, കൈകയെ ഉദ്ദേശിച്ച എല്ലാം നടന്നു. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഇപ്പം തട്ടിക്കൊണ്ടു പോവാണ്. ഇതിൽ വലിയ ദുഃഖം എനിക്ക് എന്താണുള്ളത്? ആ വൈദേഹിയെ കൊണ്ടുപോകുന്ന ഞാൻ നോക്കി നിൽക്കെ ഒരുത്തൻ എൻ്റെ ഭാര്യ വൈദേഹിയെ തൊടുകയാണ്. ഇത് മരണത്തെക്കാട്ടിയും എന്നെ വേദനിപ്പിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ മരണത്തെക്കാട്ടിയും എൻ്റെ രാജ്യം എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഇത്രയും ദുഃഖം തോന്നിയില്ല എന്ന് പറഞ്ഞ് രാമൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മണൻ ഒരുപാട് ദേഷ്യം വന്നു. ഒരു പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് എന്നിട്ട് ലക്ഷ്മണ സ്വാമി പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ഭഗവാനല്ലേ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനല്ലേ, ഞാൻ അങ്ങയുടെ ദാസനടുത്തുള്ളപ്പോൾ പിന്നെ എന്തിനാണ് അങ്ങ് അനാഥനെ പോലെ കരയുന്നത്? അധികം താമസിക്കാതെ ഈ ഭൂമി ഇവന്റെ രക്തം കുടിക്കാൻ പോവുകയാണ്. ഇന്ന് തന്നെ ഞാൻ ഈ അസുരനെ കൊല്ലുന്നതായിരിക്കും. എൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് ഇവനെ എങ്ങനെ വീഴ്ത്തുന്നത് അങ്ങ് നോക്കൂ. അതേ സമയത്ത് രാക്ഷസൻ ഓടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇവരുടെ പുറവേല്, രാക്ഷസന്റെ പുറവേ രാമലക്ഷ്മണന്മാർ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സംവാദം നടക്കുന്നത്. രാക്ഷസൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്, എങ്ങോട്ട് പോകുന്നു? രാമൻ അപ്പോഴേക്കും അസുരന്റെ അടുത്തേക്ക് എത്തി. നമ്മൾ രഘുവംശത്തിലെ 2 യോദ്ധാക്കളാണ്, വനവാസത്തിനായിട്ട് വന്നിരിക്കുകയാണ്. നീ ആരാണെന്ന് നീയും പറയൂ. അപ്പോൾ രാക്ഷസൻ പറഞ്ഞു, ഓ, നിങ്ങൾ അയോധ്യയിലെ രാജാക്കന്മാരാണല്ലേ. ഞാൻ വിരാധൻ എന്ന് പറയുന്ന രാക്ഷസനാണ്. ഞാൻ ഋഷിമാരുടെ മാംസമൊക്കെ ഭക്ഷിച്ച് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെ നിന്ന് വരുന്നോ അവിടേക്ക് പോവുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലത്തില്ല. ബ്രഹ്മദേവന്റെ അനുഗ്രഹം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒരു ആയുധങ്ങളാലും എൻ്റെ മരണം സംഭവിക്കത്തില്ല രാഘവ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ. എന്നിട്ട് ഈ രാജകുമാരെ എനിക്കായിട്ട് വിട്ടേക്കുമോ. ഞാനൊരു മനുഷ്യരൂപം എടുത്ത് ഈ രാജകുമാരിയായിട്ട് വിഹരിക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാമന് കൂടുതൽ ദേഷ്യമായി. കണ്ണ് ചുവന്ന് രാമൻ പറഞ്ഞു, മൂടാ, നീ തീർച്ചയായിട്ടും മരണത്തെയാണ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് നിനക്ക് തീർച്ചയായിട്ടും എന്ത് ലഭിച്ചിരിക്കും. നീ എന്തായാലും എൻ്റെ മുമ്പിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെടുത്തില്ലെന്ന്. ഇനി ഭഗവാൻ ഒന്നും സംസാരിക്കാതെ 7 അസ്ത്രങ്ങളാണ് രാക്ഷസനെതിരെ എറിഞ്ഞത്. അത് അതിവേഗത്തിൽ ഗരുഡൻ പറക്കുന്ന പോലെ ആ അസ്ത്രം ചീറിപ്പാഞ്ഞ് ചെന്ന് വിരാതന്റെ ശരീരത്തിനുള്ളിലൂടെ തുളച്ച് അത് ഭൂമിയിലേക്ക് വീണു. രാക്ഷസൻ വേദന കൊണ്ട് പെടയാൻ തുടങ്ങി. എന്നിട്ട് സീതാദേവിയെ തറയിൽ വിട്ടു. എന്നിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന കുന്തവും പിടിച്ചുകൊണ്ട് രാമലക്ഷ്മണർക്കെതിരെ ഓടി വരികയാണ്. ഉടൻ തന്നെ ഒരു കൂട്ടം അസ്ത്രങ്ങളെ രാമലക്ഷ്മണന്മാർ അയച്ചു. ആ അസ്ത്രങ്ങളെല്ലാം കുത്തിത്തുളച്ച് കയറിയിട്ടും വിരാധൻ ഒട്ടും അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് കളിയാക്കിക്കൊണ്ട് അവൻ ചിരിക്കുകയും കോട്ടുവായിടുകയും ചെയ്തു. എന്നിട്ട് കൃഷ്ണ ഹരേ കൃഷ്ണ സർവശക്തിയും സംഭരിച്ച് അവന്റെ ആ കുന്തമെടുത്ത് രാമനെതിരെ എറിയുകയാണ്. രാമൻ ഉടൻ തന്നെ 2 അസ്ത്രങ്ങൾ കൊണ്ട് ആ കുന്തത്തെ 3 തുണ്ടമാക്കുകയാണ്. അതിനുശേഷം രാമലക്ഷ്മണന്മാര് അവരുടെ കയ്യിലിരിക്കുന്ന വാള് പൊക്കുകയാണ്. വാള് കൊണ്ട് ആക്രമിക്കാനായിട്ട് മുന്നോട്ട് വരികയാണ്. എന്നിട്ട് സർവശക്തിയും സംഭരിച്ച് രാക്ഷസനെ ആക്രമിക്കാൻ തുടങ്ങി. വിരാതൻ ഉടൻ തന്നെ രാമലക്ഷ്മണന്മാരെ മുറുകെ പിടിക്കുകയാണ്. രാമനെ ഒരു കൈയിലും ലക്ഷ്മണനെ ഒരു കൈയിലും. എന്നിട്ട് അവർ രണ്ടുപേരും തോളെ വെച്ചുകൊണ്ട് അവ ഓടുകയാണ്. അങ്ങനെ വിരാതൻ ഉൾക്കാട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ സമയത്ത് പാവം സീതാദേവി കരയാണ്, രാക്ഷസ, നീ എൻ്റെ സ്വാമിയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നേ? എന്നെയും കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോകും. ഞാൻ ഈ കാട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? സീതാദേവിയുടെ ഈ കരച്ചിൽ കേട്ട് രാമന് ദേഷ്യം വന്നു. എന്നിട്ട് ഭഗവാൻ അവൻ രാമനെ വലത്തെ കൈയിലായിരുന്നു പിടിച്ചിരുന്നു. അപ്പം ഭഗവാന് ദേഷ്യം വന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവന്റെ വലത്തെ കൈ അങ്ങ് അറക്കുകയാണ്. അതേസമയത്ത് ലക്ഷ്മണസ്വാമി ഇടത്തെ കൈയിലായിരുന്നു. ആ ഇടത്തെ കൈയും ഭഗവാൻ ലക്ഷ്മണസ്വാമി അറക്കുകയാണ്. ഉടൻ തന്നെ 2 കൈയും അറുത്ത് വിരാധൻ താഴെ വീഴുകയാണ്. ഭഗവാൻ വാളുകൊണ്ട് വെട്ടുന്നു, ചവിട്ടുന്നു, തൊഴിക്കുന്നു, കൈവച്ച് ഇടിക്കുന്നു. എന്നിട്ടും അവൻ മരിക്കുന്നില്ല തോന്നുന്നു. ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് പറയാ, ഇവന് തീർച്ചയായിട്ടും വരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവൻ മരിക്കാത്തത്. അതുകൊണ്ട് ഇവനെ ജീവനോടെ കുഴിച്ചുകൂടാ. പൊതുവെ രാക്ഷസന്മാരെ കൊല്ലാൻ അതേ ഉള്ളു വഴി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലക്ഷ്മണ ഒരു വലിയ കുഴി കുഴിക്കാൻ പറഞ്ഞു. അതേസമയത്ത് രാമൻ ഭഗവാന്റെ കാലുകൊണ്ട് അവനെ ഇങ്ങനെ അവന്റെ കഴുത്തിൽ ചവിട്ടി അമർത്തി വെച്ചിരിക്കുകയാണ്. വിരാതൻ അപ്പോഴത്തേക്ക് ബോധം തിരിച്ചു കിട്ടി. എന്നിട്ട് പറഞ്ഞു, രാഘവ, നീ എന്തായാലും എന്നെ തോൽപ്പിച്ചു. നിന്റെ ശക്തി ദേവേന്ദ്രനെ പോലെ ഉണ്ട്. ഞാൻ ഇപ്പം മനസ്സിലാക്കി നീ രാമൻ തന്നെയാണെന്ന്. പിന്നെ നിന്റെ ഭാര്യ സാധാരണ സ്ത്രീയല്ല, സാക്ഷാൽ ശക്തിയായ സീതാദേവിയാണെന്ന് മനസ്സിലായി. ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഗന്ധർവനാണ്, തുമ്പുരു എന്ന് പറയുന്ന ഗന്ധർവൻ. കുബേരനെ വേണ്ട വിധം സ്വാഗതം ചെയ്യാത്തതുകൊണ്ട് കുബേരൻ എന്നെ ശപിച്ചിരുന്നു. അങ്ങനെ രാക്ഷസൻ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുകയാണ്. കുബേരന്റെ സേവകനായിരുന്നു. ഒരു ദിവസം തുമ്പുരു അപ്സരസുകളുമായിട്ട് ഇങ്ങനെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തുമ്പുരുവിന്റെ സ്വാമിയായ കുബേരൻ വന്ന് അറിഞ്ഞില്ല. അങ്ങനെ കുബേരൻ ശപിച്ചു, നീ ഒരു രാക്ഷസനായി പോകട്ടെ എന്ന്. തുമ്പുരു വീണ്ടും വീണ്ടും ക്ഷമയാചിച്ചു. അപ്പം കുബേരൻ പറഞ്ഞു, ദശരഥപുത്രനായ രാമൻ നിന്നെ തോൽപ്പിക്കുന്നതിലൂടെ നിനക്ക് നിന്റെ യഥാർത്ഥ രൂപം കിട്ടി തിരിച്ച് സ്വർഗത്തേക്ക് വരുമെന്ന് പറഞ്ഞു. വിരാതൻ വളരെ ബുദ്ധിമുട്ടിയാണ് സംസാരിച്ചത്. വിരാതൻ പറഞ്ഞു, രാമ, ഈ വലിയ ശാപത്തിൽ നിന്ന് ഞാൻ മോചിതനായി. ഇനി ഞാൻ എൻ്റെ ലോകത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ദൂരെ പോയി കഴിഞ്ഞാൽ സരഭംഗ ആശ്രമമുണ്ട്.
ആ സരഭംഗ ഋഷി അങ്ങേ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ അദ്ദേഹം തരുന്നു. എന്നിട്ട് വിരാധൻ രാമനോട് അഭ്യർത്ഥിച്ചു, രാമ, അങ്ങയുടെ കൈ കൊണ്ട് തന്നെ എന്നെ കുഴിയിൽ തള്ളിയിടുക, അതുകൊണ്ട് എനിക്ക് മോക്ഷം ലഭിക്കും. അങ്ങനെ രാമലക്ഷ്മണന്മാര് ഉരുട്ടി ഉരുട്ടി ആ വലിയ ശരീരത്തെ ആ കുഴിയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അവൻ്റെ മുഖത്ത് മണ്ണൊക്കെ, ദേഹത്തൊക്കെ മണ്ണ് വാരിയിടുന്നു, കല്ലുകളും ഇടുന്നു. എന്നിട്ട് രണ്ടുപേരും സീതാദേവി ആശ്വസിപ്പിച്ചു. എന്നിട്ട് സരഭംഗ ഋഷിയുടെ ആശ്രമത്തിലേക്ക് യാത്രയാകുന്നതാണ്. ശ്രീരാമചന്ദ്ര ഭഗവാനിക്ക് ജയ്. ഭഗവാൻ തുടങ്ങി, ഭഗവാന്റെ വർക്ക് തുടങ്ങി. ലക്ഷ്മണസ്വാമിക്ക് ജയ്, സീതാമയ്യാക്ക് ജയ്. ദേവന്മാരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാമൻ സാക്ഷാൽ വിഷ്ണുവാണെന്നറിയാം. എന്നിട്ടും സാധാരണ മനുഷ്യനെ പോലെ വളരെ കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്യുന്നതായിട്ട് കണ്ടപ്പോൾ അവർക്കൊക്കെ വലിയ അത്ഭുതം തോന്നി. രാമനെല്ലാം അറിയാം, പക്ഷെ എന്നിട്ടും സാധാരണ മനുഷ്യനെ പോലെ തന്നെ സീതാദേവി തട്ടിക്കൊണ്ടു പോകുമ്പോൾ വിഷമിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് അത്ഭുതം തോന്നി. അതേ സമയത്ത് തുമ്പുരു തിരിച്ച് എത്തിയപ്പോൾ തുമ്പുരുവിനെ ദേവന്മാരെല്ലാവരും സ്വാഗതം ചെയ്തു. രാമൻ സാരഭംഗ ഋഷി അന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ സാരഭംഗ ഋഷിയുടെ ആശ്രമത്തിന്റെ അടുത്തേക്ക് എത്തി. അവിടെ ഒരു സ്വർണ്ണരഥം കണ്ടു. ഉച്ച സൂര്യനെ പോലെ കത്തിജ്വലിച്ച് നിൽക്കുന്ന പോലെയായിരുന്നു ആ രഥത്തിന്റെ തേജസ്. 1000 പച്ച കുതിരകൾ നയിക്കുന്ന ആ ഒരു രഥമായിരുന്നു. അവിടെ തന്നെ ഒരു വലിയൊരു മേഘത്തെ പോലെയുള്ള ഒരു വെള്ളക്കുടയുണ്ടായിരുന്നു. ഒരുപാട് മാലകൾ കൊണ്ടും ആ രഥം അലങ്കരിക്കപ്പെട്ടിരുന്നു. എന്നിട്ട് ആ രഥത്തിൽ സാക്ഷാൽ ദേവേന്ദ്രൻ ഇരിക്കുകയായിരുന്നു. അതീവ സുന്ദരികളായിട്ടുള്ള 2 സ്ത്രീജനങ്ങൾ ദേവേന്ദ്രനെ ചാമരം വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു 2 പക്ഷത്തു നിന്നും. ആകാശത്ത് ദേവേന്ദ്രന് ചുറ്റും പല പല ദേവന്മാരും ഒത്തുകൂടിയിരുന്നു. രാമലക്ഷ്മണന്മാരെ, ഒരുപാട് ഗന്ധർവന്മാരെയും സിദ്ധന്മാരെയും വളരെയധികം ഭംഗിയുള്ള പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് അതീവ മനോഹരമായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് കാണപ്പെട്ടു. ഇവരെല്ലാവരും ദേവേന്ദ്രനെ പല പല വേദമന്ത്രങ്ങളാൽ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമലക്ഷ്മണന്മാരെ കണ്ടിട്ട് രാമൻ ലക്ഷ്മണനോട് പറയാം, ലക്ഷ്മണ, അതാണ് ദേവേന്ദ്രന്റെ അത്ഭുതമായിട്ടുള്ള രഥം. വളരെ ശക്തമായിട്ടുള്ള കൈയും നെഞ്ചുമുള്ള അവരൊക്കെ ദേവലോകവാസികളാണ്. അവരൊക്കെ ഒരുപാട് ശക്തരാണ്. അവരുടെ ആഭരണങ്ങളൊക്കെ കണ്ടില്ലേ, അവരുടെ കുണ്ടലങ്ങളൊക്കെ കണ്ടിട്ടില്ലേ എന്നൊക്കെ രാമ ഇങ്ങനെ പറയാം. ലക്ഷ്മണസ്വാമി വളരെ അത്ഭുതത്തോടു കൂടി ആ ദേവലോകവാസികളെ കാണുകയാണ്. അവരെല്ലാം യൗവനത്തിലായിരുന്നു. അവരുടെ ദേഹത്ത് അഗ്നിയെപ്പോലെ നല്ല തിളക്കമുള്ള മാലകളുണ്ടായിരുന്നു. എല്ലാവരും 2 കുമാരന്മാരും നോക്കി നിൽക്കെ ദേവന്മാർ ആ രഥം ഉൾപ്പെടെ എല്ലാം ആകാശത്തിലേക്ക് അപ്രത്യക്ഷമാവുകയാണ്. ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് രാമലക്ഷ്മണന്മാര് സാരഭംഗ ഋഷിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. സാരഭംഗ ഋഷി അപ്പോൾ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ വർഷങ്ങളായിട്ട് തപസ്യയിലാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഹോമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഭഗവാൻ തന്നെയാണ് പുറത്ത് രാമനായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാന്റെ ആ മനുഷ്യരൂപത്തെ കാണാൻ വേണ്ടി. അപ്പോൾ രാമനെ കണ്ടപ്പോൾ ഋഷി വളരെ സന്തോഷത്തോടുകൂടി രാമന്റെ മുമ്പിൽ നമസ്കരിച്ചു. ഭഗവാന്റെ കാല് തൊട്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു,
ക്ഷമിക്കണം, അദ്ദേഹം കൊതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാമന്റെ ദർശനത്തിനായിട്ട്. ആ സമയത്ത് രാമൻ ഋഷിയുടെ അടുത്തേക്ക് എത്തി, ഋഷിയുടെ കാല് തൊട്ട് നമസ്കരിച്ചു. എന്നിട്ട് കൈകൂപ്പി ഇങ്ങനെ നിൽക്കാം. എന്നിട്ട് പറഞ്ഞു, ഞാൻ രാമനാണ്, ഇതെന്റെ സഹോദരൻ ലക്ഷ്മണനും ഇതെന്റെ ഭാര്യ സീതയാണെന്ന് പറഞ്ഞു. വിരാധന്റെ നിർദ്ദേശപ്രകാരം അങ്ങയുടെ മുമ്പിൽ നമ്മൾ വന്നിരിക്കുകയാണ്. വിരാധൻ ഇപ്പോൾ സ്വർഗലോകത്തേക്ക് പ്രവേശിച്ചു. അങ്ങ് നമുക്ക് പറഞ്ഞു നൽകിയാലോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. സാരഭംഗൻ ഋഷി ഉടനെ എഴുന്നേറ്റു. കണ്ണ് നിറഞ്ഞു അദ്ദേഹത്തിൻ്റെ. എന്നിട്ട്, കാരണം ഇത്രയും വർഷങ്ങളായിട്ട് തപസ് ചെയ്ത അതേ ഭഗവാൻ തന്നെയാണ് ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത്. 3 പേർക്കും ഇരിക്കാനായിട്ട് പീഠം നൽകി, ഫലമൂലാദികൾ നൽകി, ജലം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, രാമ, അങ്ങേപ്പോലെ കാരുണ്യവാനായിട്ട് ഈ ലോകത്ത് വേറെ ആരുമില്ല. എത്രയോ കാലമായിട്ട് ഞാൻ അങ്ങേ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നെൻ്റെ തപസ്സെല്ലാം അതിൻ്റെ ഫലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ അങ്ങേ എൻ്റെ ഹൃദയത്തിൽ കണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങേ ദശരഥപുത്രനായിട്ട് കാണുകയാണ്. അങ്ങനെ ഒരുപാട് സ്തുതികൾ സാരഭംഗ ഋഷി ഭഗവാനെ എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹത്തോടെ ഭക്തിയോടു കൂടി രാമൻ്റെ സുന്ദരമായ മുഖം കുറേ നേരം സാരഭംഗ ഋഷി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് രാമൻ ചോദിച്ചു, ഇവിടെ ഞാൻ ദേവേന്ദ്രനെ കണ്ടായിരുന്നല്ലോ ഋഷി, എന്താണ് അദ്ദേഹം വരാനുള്ള കാരണം? അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, ദേവേന്ദ്രൻ വന്നത് എന്നെ ദേവലോകത്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇത്രയും കാലത്തെ തപസ്യ കൊണ്ട് ഞാൻ ആ ദേവലോക പ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് രാമനെ കാണണമെന്നൊരാഗ്രഹമുണ്ടെന്ന്. അതുകൊണ്ട് മാത്രം എന്നെ ഇവിടെ വിട്ടിട്ട് അദ്ദേഹം തിരിച്ചു പോയിരിക്കുകയാണ്. ഞാൻ അങ്ങയുടെ സുന്ദരമായിട്ടുള്ള അതീന്ദ്രിയ രൂപം കണ്ടു. ഇനി എനിക്ക് ദേവലോകത്ത് പോകാൻ പോലും താല്പര്യമില്ല രാഘവ. അതുകൊണ്ട് എൻ്റെ തപോബലത്തേക്ക് അങ്ങ് എടുത്തോളൂ. എനിക്ക് സ്വർഗലോകത്തും പോകാൻ താല്പര്യമില്ല. അപ്പോൾ രാം പറഞ്ഞു, അങ്ങ് തീർച്ചയായിട്ടും ദേവലോകത്തല്ല പോകുന്നത്, അതിനും അപ്പുറത്തായിട്ടുള്ള വൈകുണ്ഠ ലോകത്തേക്കായിരിക്കും പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് അങ്ങ് എന്നോട് ഒരു കാര്യം പറയും, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? അങ്ങ് സ്വർഗത്തല്ല പോകുന്നത്, അങ്ങ് വൈകുണ്ഠത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ അതിനു മുമ്പേ ഞാൻ എങ്ങോട്ട് പോകണമെന്ന് അങ്ങ് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഇത് എല്ലാം നമുക്കെല്ലാവർക്കും വലിയ പാഠമാണ്. അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെയും തപസ് കൊണ്ട് അദ്ദേഹം സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യത നേടി. അപ്പം ദേവേന്ദ്രൻ രഥവുമായിട്ട് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ സാരഭംഗ ഋഷി പറഞ്ഞു, എനിക്ക് രാമനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, രാമനെ കണ്ടതിന് ശേഷം ഞാൻ വരാം. അപ്പോൾ രാമനെ കണ്ടു കഴിഞ്ഞപ്പോൾ സാരഭംഗ ഋഷി പറഞ്ഞു, ഇനി എനിക്ക് സ്വർഗത്തിൽ പോകാനും താല്പര്യമില്ല, അതുകൊണ്ട് എൻ്റെ ആ പുണ്യത്തെയും കൂടെ അങ്ങ് എടുത്തോളൂ. ഈ പുണ്യം കാരണമാണ് എനിക്ക് സ്വർഗ്ഗലോകത്ത് പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് ആ പുണ്യം അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്വർഗത്തിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങ് സ്വർഗത്തിലല്ല പോകുന്നത്, അങ്ങ് വൈകുണ്ഠത്തിലാണ് പോകുന്നത്. പിന്നെ അതിനു മുമ്പേ എന്നോട് പറയൂ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ സാരഭംഗ ഋഷി ഭഗവാനോട് സുതീക്ഷണൻ എന്ന് പറയുന്ന ഒരു ഋഷിയുടെ ആശ്രമത്തിലേക്ക് പോകാൻ പറഞ്ഞു. അതിനുശേഷം രാമനെ നോക്കി സാരഭംഗ ഋഷി ധ്യാന നിമഗ്നനാകാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് അഗ്നിയെ ആവാഹിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തെ ദഹിപ്പിക്കുകയാണ്. നിമിഷങ്ങൾക്കകം ആ ശരീരം ഭസ്മമായി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആധ്യാത്മിക ശരീരത്തോടു കൂടി ഒരു വ്യക്തി പുറത്തു വരികയാണ്. ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് നേരെ വൈകുണ്ഠ ലോകത്തേക്ക് പോവുകയാണ്. ഭഗവാൻ അപ്പോഴും സാരഭംഗ ഋഷിയുടെ അവിടെ ഇരിക്കുമ്പോൾ പല പല ഋഷിമാരും വന്നിട്ട് യാചിക്കുകയാണ് ഭഗവാന്റെ അടുത്ത്, രാക്ഷസന്മാരെ എല്ലാം അങ്ങ് തീർക്കണമെന്ന്. അവരെല്ലാവരും വന്നിട്ട് പറയുകയാണ്, ആയിരക്കണക്കിന് ബ്രാഹ്മണരെയാണ്, ബ്രഹ്മഋഷികളെയാണ് ഈ രാക്ഷസന്മാർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാമൻ അവർക്കെല്ലാം ആശ്വാസനം
ആശ്വാസവാക്കുകൾ പറഞ്ഞു. തീർച്ചയായിട്ടും രാക്ഷസ കുലത്തെ മുഴുവൻ ഞാൻ നശിപ്പിക്കുന്നതായിരിക്കുന്നു. അതിനുശേഷം ഭഗവാൻ സുതീക്ഷ്ണ ഋഷിയുടെ ആശ്രമത്തിലേക്ക് പോവുകയാണ്, സാരഭംഗ ഋഷിയുടെ നിർദ്ദേശപ്രകാരം. രാമനെ കണ്ടതോടുകൂടി സുതീക്ഷ്ണൻ സ്തുതിക്കുകയാണ്. അതിനുശേഷം ശ്രീരാമസ്വാമി അഗസ്ത്യ ഋഷിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അഗസ്ത്യ ഋഷിയുടെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ ആശ്രമത്തിൻ്റെ അടുത്തായിട്ട് വലിയ ഒരു ഉദ്യാനം പോലെ കാട് കാണുന്നു. ഉദ്യാനത്തെ പോലെ ഇരിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ സ്വർഗത്തിലെ നന്ദനവനം പോലെ തോന്നുകയാണ്. അവിടുത്തെ തറയൊക്കെ വളരെ മൃദുലമായിരുന്നു. വളരെ മൃദുലമായിട്ടുള്ള പുല്ലുകളുണ്ടായിരുന്നു. മരങ്ങളെല്ലാം രണ്ടു പക്ഷത്തും പഴവർഗ്ഗങ്ങളെ കൊണ്ട് നിറഞ്ഞിങ്ങനെ വളഞ്ഞു നിൽക്കുകയായിരുന്നു. വളരെ കണ്ണാടി പോലെ തിളങ്ങുന്ന ഒരുപാട് തടാകങ്ങളും ജലാശയങ്ങളും ഉണ്ടായിരുന്നു. അവിടെയെല്ലാം താമരകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു കൂട്ടം അരയന്നങ്ങളും കൊക്കുകളും പലതരം പക്ഷികളും അവിടെ വിഹരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മൃഗങ്ങളെല്ലാം മനുഷ്യരുമായിട്ട് വളരെയധികം ഇണങ്ങിയിരിക്കുന്നു. അവർ ഒരു ഭയമില്ലാതെ, യാത്രക്കാരുടെ ഒരു ഭയമില്ലാതെ അവിടെ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം രാമൻ വളരെ അത്ഭുതത്തോടു കൂടി നോക്കി. രാമൻ പറഞ്ഞു, നമ്മൾ അഗസ്ത്യ ഋഷിയുടെ ആശ്രമത്തിൽ എത്തിയെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ തപോബലം കൊണ്ട് ഈ ഒരു വനത്തെ സ്വർഗമാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മൾ അധികം താമസിക്കാതെ ഋഷിയെ കാണാൻ പോവുകയാണ്. അപ്പോൾ ലക്ഷ്മണസ്വാമി രാമനോട് അഗസ്ത്യ ഋഷിയെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അഗസ്ത്യ ഋഷിയുടെ പല പല കഥകളും പറയുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഭഗവാന്റെ ഈ കഥകളൊക്കെ കേട്ട് ഒരുപാട് സന്തോഷിച്ച് ഉല്ലസിച്ച് അവർ യാത്രയാകും. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അഗസ്ത്യ ഋഷിയുടെ ആശ്രമത്തിലേക്ക് ഭഗവാൻ എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, നമുക്ക് അഗസ്ത്യ ഋഷിയെ കാണാൻ പോകാം. അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഭാഗ്യമുദിക്കും നമ്മുടെ ജീവിതത്തിൽ. എന്നിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ തന്നെ കഴിയാം എന്ന് ഭഗവാൻ പറയാം. സുതീക്ഷ്ണ ഋഷി നേരത്തെ മുന്നോട്ട് പോയി അഗസ്ത്യ ഋഷിയോട് ഭഗവാൻ വന്ന കാര്യം അറിയിക്കാം. ഉടൻ തന്നെ അഗസ്ത്യ ഋഷി പറഞ്ഞു എത്രയും പെട്ടെന്ന് ഭഗവാനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വലിയൊരു ആശ്രമ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഒരുപാട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഹോമകുണ്ഡങ്ങൾ കാണുകയാണ്. ഓരോ ഹോമകുണ്ഡങ്ങളും ഓരോരോ ദേവന് വേണ്ടിയാണ്. അതെല്ലാം അഗസ്ത്യ ഋഷിയുടെ ശിഷ്യർ നോക്കുകയാണ്. അവിടെ ഭഗവാൻ വിഷ്ണുവിന് വേണ്ടിയും മഹാദേവന് വേണ്ടിയും ബ്രഹ്മദേവനും മറ്റ് ദേവന്മാരെല്ലാം ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഹോമത്തിൻ്റെ അഗ്നി കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. പുക ഇങ്ങനെ പറക്കുകയാണ് മുകളിലോട്ട്. അവിടെ മന്ത്രജപത്തിൻ്റെ ആ ശബ്ദവും കേൾക്കുന്നു. ഭഗവാനെ കണ്ടപ്പോൾ അഗസ്ത്യ ഋഷിക്ക് ഒരുപാട് സന്തോഷം, ആനന്ദം തോന്നി. പെട്ടെന്ന് തന്നെ ആ പീഠത്തിൽ നിന്ന് എഴുന്നേറ്റു രാമൻ്റെ മുമ്പിലേക്ക് വന്നു. അഗസ്ത്യ ഋഷി വരുന്ന കണ്ടിട്ട് രാമലക്ഷ്മണന്മാർ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. സീതാദേവി കൈകൂപ്പി ദൂരം മാറിയിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് തലകുനിക്കുകയാണ്. അഗസ്ത്യ ഋഷി രാമനെ എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, രാഘവ, എത്രയോ കാലങ്ങളായിട്ട് ഞാൻ അങ്ങയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ഇവിടെ വന്നതിലൂടെ എൻ്റെ ജീവിതം ധന്യമായി. അങ്ങ് എല്ലാവിധ ഭൗതിക ശക്തിക്കും അപ്പുറത്താണ്. അങ്ങയെ ചിന്തിക്കുന്നതിലൂടെ മാത്രം, അങ്ങയെ സ്മരിക്കുന്നതിലൂടെ മാത്രം ജനന മരണ ദുരിതങ്ങളുടെ ചക്രത്തിൽ നിന്ന് ഒരാൾക്ക് പുറത്തു വരാൻ കഴിയും. അപ്പോൾ അങ്ങയെ നേരിട്ട് കാണുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെ അതായത് അഗസ്ത്യ ഋഷി പറയുന്നു, അങ്ങയെ സ്മരിക്കുന്നതിലൂടെ മാത്രം തന്നെ ജനന മരണ ചക്രത്തിൽ നിന്ന് ഒരാൾ പുറത്തു വരും. അങ്ങനെയാണെങ്കിൽ അങ്ങയെ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കാം. അഗസ്ത്യ ഋഷി ഭഗവാനെയും സീതാദേവിയെയും ലക്ഷ്മണസ്വാമിയെയും ഇരിക്കാനായിട്ടുള്ള ഒരു ആസനം കൊടുത്തു. അതിനുശേഷം ഹോമം തുടരുകയാണ്. അതിനുശേഷം
ഭഗവാന് കുടിക്കാനുള്ള ജലവും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ധ്യാന നിമഗ്നായിട്ടിരുന്ന് അതിനുശേഷം അദ്ദേഹം ധ്യാനത്തിലൂടെ ഒരു സ്വർണ്ണ വില്ല് പ്രത്യക്ഷപ്പെടുത്തുകയാണ്. അതിനോടൊപ്പം തന്നെ 2 ആവനാഴി ഉണ്ടായിരുന്നു. നല്ല മൂർച്ചയുള്ള അസ്ത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആവനാഴിയിൽ അഗ്നിയെ പോലെ ജ്വലിച്ചു നിൽക്കുകയാണ്. ഇതുകൂടാതെ നല്ല നീളമുള്ള ഒരു വാളും ഒരു സ്വർണ്ണ ഉറയും അതിലുണ്ടായിരുന്നു. എന്നിട്ട് ഈ ആയുധങ്ങളെല്ലാം രാമന് നൽകുകയാണ്. എന്നിട്ട് പറഞ്ഞു, അസുരന്മാർക്കെതിരെയുള്ള ദേവന്മാരുടെ യുദ്ധത്തിൽ ഭഗവാൻ വിഷ്ണു ഈ ആയുധങ്ങളെ ഉപയോഗിച്ചിരുന്നു. ആ ദിവ്യ ആയുധങ്ങളെല്ലാം രാമൻ വളരെ ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുകയാണ്. എന്നിട്ട് രാമൻ ചോദിച്ചു, നമ്മൾ എവിടെയാണ് താമസിക്കേണ്ടത്? അപ്പോൾ അഗസ്ത്യ ഋഷി കുറേ നേരം ധ്യാനിച്ചതിന് ശേഷം പറഞ്ഞു, എൻ്റെ തപസ്യ കൊണ്ടും ധ്യാനം കൊണ്ടും അങ്ങ് വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങ് പഞ്ചവടിയിൽ പോകുന്നതാണ് നല്ലത്. അത് അതീവ സുന്ദരവും പവിത്രവുമാണ്. അതിലൂടെ അങ്ങയുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും. കാരണം എന്താ, ഭഗവാന്റെ ഉദ്ദേശം എന്താ? ഖരദൂഷണാദികളെ വധിക്കാനും അല്ലേ? അപ്പോൾ അഗസ്ത്യ ഋഷി ധ്യാനിച്ചിട്ട് പറയാം, അങ്ങയുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു. അങ്ങനെ അഗസ്ത്യ ഋഷി രാമലക്ഷ്മണന്മാർക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം രാമലക്ഷ്മണന്മാരും സീതാദേവിയും ഏകദേശം ഒരു 37-40 കിലോമീറ്ററോളം നടക്കുകയാണ് പഞ്ചവടിയിലേക്ക്. വളരെ ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ ഉൾക്കാട്ടിലൂടെയൊക്കെ സഞ്ചരിച്ച് ഏകദേശം 40 കിലോമീറ്ററോളം സഞ്ചരിച്ച് പഞ്ചവടിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ യാത്രാമധ്യേ വലിയൊരു പക്ഷിയെ കണ്ടു. ഒരിടത്ത് ഞാൻ ഇരിക്കുന്നതായിട്ട് രാമലക്ഷ്മണന്മാർക്ക് തോന്നി ഇതേതോ രാക്ഷസനാണെന്ന്. ഉടനെ ആയുധങ്ങളൊക്കെ എടുത്ത് തയ്യാറായി. ഇതിന് വലിയൊരു കുന്നിനെ പോലെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ രാമൻ പറഞ്ഞു, ഞാൻ രാമനാണ്, ഇതെൻ്റെ സഹോദരൻ ലക്ഷ്മണനും, രഘുവംശത്തിലെ 2 യോദ്ധാക്കളാണ് ഞങ്ങൾ. അങ്ങ് ആരാണ്? അങ്ങ് ഏത് വംശത്തിലാണ്? അന്നേരം വളരെ സഭ്യമായിട്ടുള്ള ഭാഷയിൽ പക്ഷി പറഞ്ഞു, ഞാൻ ദശരഥ മഹാരാജാവിൻ്റെ ഒരു പഴയ സുഹൃത്താണ്. എൻ്റെ പേര് ജടായു എന്നാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഹരേ കൃഷ്ണ ജടായുവിൻ്റെ വംശത്തെ കുറിച്ച് മൊത്തം പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ പറഞ്ഞു, കർദമ ഋഷിയിൽ നിന്ന് തുടങ്ങിയ വംശമാണ്. മറ്റു പലതരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെ എങ്ങനെ വന്നു, ജടായു ഗരുഡന്റെ ഒരു സഹോദരനായിട്ട് വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ജടായു പറഞ്ഞു, ഈ വനം ഒരുപാട് രാക്ഷസന്മാരെയും കൊണ്ടും ക്രൂര മൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെയും കൂടെ വനത്തിലേക്ക് നിങ്ങളെ സഹായിക്കാൻ അനുവദിക്കണം. നിങ്ങൾ ഭക്ഷണം ശേഖരിക്കാനായിട്ട് സഹോദരന്മാർ നിങ്ങൾ 2 പേരും പോകുമ്പോൾ ഞാൻ സീതാദേവിയെ സംരക്ഷിക്കാം. ഈ ഒരു വാക്ക് ജടായു കൊടുത്തിരുന്നു. ഈ ഒരു വാക്കിൻ്റെ പേരിലാണ് രാവണൻ ദേവിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചപ്പോൾ ജടായു ഇടയ്ക്ക് വരുന്നു. രാമന് അച്ഛനുമായിട്ടുള്ള ആ ജടായുവിൻ്റെ സൗഹൃദത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അപ്പോൾ രാമൻ സന്തോഷത്തോടുകൂടി ജടായുവിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ജടായു കൂട്ടത്തിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഉള്ളിൽ വളരെ സന്തോഷിച്ചിരിക്കുകയാണ്. കൈത്തരിപ്പൊക്കെ തീർക്കാൻ സമയമായി അല്ലേ, നല്ലൊരു യുദ്ധം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണെന്ന് ആലോചിച്ച് ഭഗവാൻ ഇങ്ങനെ സന്തോഷിക്കുകയാണ്. പഞ്ചവടിയിൽ എത്തിയപ്പോൾ ഗോദാവരി നദീ തീരത്തായിട്ട് ഭഗവാൻ ഒരു സ്ഥലം നിശ്ചയിക്കുകയാണ്. ലക്ഷ്മണസ്വാമി അവിടെ മന്ത്രോച്ചാരണം കൊണ്ട് ആ സ്ഥലത്തെ പവിത്രീകരിക്കുകയാണ്. ആ ഗോദാവരി നദിയുടെ ജലം കൊണ്ട് വലിയൊരു പർണശാല അവിടെ നിർമ്മിക്കുകയാണ്. മണ്ണ് കൊണ്ടുള്ള അതിനൊരു ഭിത്തി നിർമ്മിക്കുകയാണ്.
എന്നിട്ട് തടി കൊണ്ടുള്ള വലിയ വലിയ തൂണുകളും, എന്നിട്ട് അതിൻ്റെ മേൽക്കൂര കുശപ്പ് പുല്ലുകൊണ്ട് തയ്യാറാക്കുകയാണ്. ഇത്രയും സുന്ദരമായിട്ടുള്ള പർണശാല കണ്ടിട്ട് രാമൻ ഒരുപാട് സന്തോഷിച്ചു. ലക്ഷ്മണനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ലക്ഷ്മണ, നീ എൻ്റെ കൂട്ടത്തിലുള്ളപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ എങ്ങനെ നോക്കിയിരുന്നു, എൻ്റെ എല്ലാ ആവശ്യകതകളെയും പൂർത്തീകരിച്ചിരുന്നു. അതേപോലെ നീ എൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ എനിക്ക് എൻ്റെ അച്ഛനെ പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അങ്ങനെ ഭഗവാനും സീതാദേവിയും വളരെ സന്തോഷത്തോടുകൂടി അവിടെ കഴിയുകയാണ്. ഗോദാവരി നദിയിൽ കുളിച്ച് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ട് ഭഗവാനും സീതാദേവിയും ഇവിടെ കഴിയുകയാണ്. അങ്ങനെ ഇന്നത്തെ ചർച്ച നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും സന്തോഷമായെന്ന് വിചാരിക്കുന്നു. ഇനിയാണ് രാമായണത്തിലെ വലിയ ടേണിംഗ് പോയിന്റ്, ശൂർപ്പണഖയുടെ എൻട്രി അല്ലേ. അത് നമുക്ക് നാളെ രാവിലെ 7 മണിക്ക് ചർച്ച ചെയ്യാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മംഗളം പാടി ഇന്നത്തെ സത്സംഗം നമുക്ക് നിർത്താം. മംഗളം കൗശലേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമലമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം വിശ്വമിത്രാന്തരാംഗായ മിഥിലാനഗരീപതേ ഭാഗ്യാനാം പരിഭാഗായ ഭവ്യരൂപായ മംഗളം പിതൃഭക്തായ സതതം ഭാദ്രവീ സഹ സീതയാ നന്ദിതാഖിലലോകായ രാമഭദ്രായ മംഗളം ത്യക്താ സകേതവാസായ ചിത്രകൂടവിഹാരിണേ സേവ്യായ സർവയമിനാം ധീരോധ്യായ മംഗളം സൗമിത്രീണ ച ജാനക്യാ ചാപബാണാസിധാരിണേ സംസേവ്യായ സദാ ഭക്ത്യാ സ്വാമിനേ മംഗളം ദണ്ഡകാരണ്യവാസായ കരദൂഷണശത്രവേ ഗൃധ്രരാജായ ഭക്തായ മുക്തിദായാസ്തു മംഗളം സാദരം ശബരീദത്തഫലമൂലാഭിലാഷിനെ സൗലഭ്യ പരിപൂർണായ സത്വോദ്രിക്തായ മംഗളം ഹനുമത്സമവേതായ ഹരീഷാഭീഷ്ടദായിനെ ബാലിപ്രമദനായാസ്തു മഹാധീരായ മംഗളം ശ്രീമതേ രഘുവീരായ സീതൂലംഘിത സിന്ധവേ ജിതരാക്ഷസരാജായ രണധീരായ മംഗളം ഭീഷ്ണകൃതേ പ്രീത്യാ ലങ്കാഭീഷ്ടപ്രദായിനെ സർവലോകശരണ്യായ ശ്രീരാഘവായ മംഗളം സാധ്യനഗരീം ദിവ്യാം അഭിഷിക്തയ സീതയാ രാജാധിരാജായ രാമഭദ്രായ മംഗളം ബ്രഹ്മാദിദേവസേവ്യായ ബ്രഹ്മണ്യായ മഹാത്മനെ ജാനകീ പ്രാണനാഥായ രഘുനാഥായ മംഗളം ശ്രീ സൗമ്യജാമാമൃതമുനെ കൃപയാസ്മന പീയൂഷേ महते मम नाथाय रघुनाथाय मङ्गलं मङ्गलाशासनपरेर्मदाचार्य पुरोगमे सर्वैस्य पूर्वराचार्य सत्कृतायास्तु मङ्गलं रम्यजामृतमुनिना मङ्गलाशासनं कृतं त्रैलोक्याधिपति श्रीमन् करोतु मङ्गलं सदा। श्री रामचंद्र भगवान की जय, सीता मैया की जय, लक्ष्मण भरत शत्रुघ्न स्वामी की जय, हनुमत स्वामी की जय. ഇനി നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.